മലപ്പുറം നിലമ്പൂർ അമരമ്പലത്ത് 25ഓളം കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. കാട്ടുപന്നികൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചതോടെയാണ് ഈ നടപടി. 24ഓളം പന്നികളെയാണ് വെടിവെച്ചത്. നമുക്കറിയാം, ഇന്ന് കർഷകർ നേരിടുന്ന വലിയ പ്രശ്നമാണ് വന്യമൃഗശല്യം. അത് പ്രത്യേകിച്ച് പന്നികളാണ് വലിയ പ്രയാസം നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഈ പ്രദേശത്ത് തന്നെ ഈ യാത്രക്കാർക്ക് നേരെ കുറുകെ പന്നി ചാടി കുറേ ആക്സിഡൻറ്റുകളും ആളുകളൊക്കെ മരണപ്പെടുന്നത് വരെ നമുക്ക് വാർത്താ മാധ്യമങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്താണെങ്കിലും പഞ്ചായത്ത് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ RRT ടീം ഫോറസ്റ്റും സംയുക്തമായിട്ടാണ് ഇത് നടപ്പാക്കിയത്. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് ചേരുന്ന വിവരങ്ങളുമായി ടെലിഫോൺ ലൈനിൽ. സമീർ, ഇതിപ്പോൾ നിലമ്പൂരിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമാണ് ഈ വന്യമൃഗശല്യം. അതൊരു ഭാഗത്ത് ആ രീതിയിൽ തന്നെ പ്രചാരണായുധമാക്കി മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ കൃഷിക്കാർ അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നം അത് ഈ കാട്ടുപന്നികളുടെ ആക്രമണമാണ്. അതോടൊപ്പം തന്നെ കൃഷിനാശവും. അതിലിപ്പോൾ ഒരു പരിഹാരം എന്നോണമാണോ ഈ നടപടി പഞ്ചായത്ത് സ്വീകരിച്ചത്? അവിടെ പ്രജിൻ, അമരമ്പലം പഞ്ചായത്തിൽ വ്യാപകമായി കാട്ടുപന്നിയുടെ ശല്യം രൂക്ഷമായ സാഹചര്യത്തിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ നിന്നായി 25ഓളം കാട്ടുപന്നികളെയാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വെടിവെച്ച് കൊന്നിരിക്കുന്നത്. വനം വകുപ്പ് അതോടൊപ്പം തന്നെ ഈ വെടിവെക്കാൻ അനുമതിയുള്ള ആളുകളും എത്തിയാണ് ഇത്തരത്തിൽ കാട്ടുപന്നികളെ വിവിധയിടങ്ങളിൽ നിന്നായി വെടിവെച്ച് കൊന്നിരിക്കുന്നത്. ഈ കൃഷിക്ക് പുറമെ ഈ യാത്രക്കാരെയും ഒക്കെ തന്നെ പന്നി ഇടിച്ച് കർഷകരെയും പന്നി ആക്രമിച്ച് അങ്ങനെ ഗുരുതരമായി പരിക്കേറ്റ ആളുകളടക്കം നിലനിൽക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ശക്തമായ നടപടിയിലേക്ക് ഈ അധികൃതർ കടന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ ഈ കൊന്നൊടുക്കിയ പന്നികളെ വനം വകുപ്പ് എത്തി പരിശോധന നടത്തി ഇവരെ സംസ്കരിച്ചിരിക്കുകയാണ്. ശരി, സമീർ ബിൻ കരീമാണ് വിശദാംശങ്ങൾ നൽകിയത് മലപ്പുറത്ത് നിന്നും.